കല്ല് വന്ന് മെറ്റൽ വന്ന് ചുണ്ടിന് ഇടിച്ചതാണ്. നല്ല വീക്കുണ്ടായിരുന്നു, ഇപ്പോൾ കുറഞ്ഞതാണ്. നല്ല തേങ്ങ വെള്ളം, നാളികേര വെള്ളം കുടിച്ചോക്കട്ടെ നമുക്ക്. എത്രമാത്രം നമ്മൾ വിശ്വസിക്കുക ആൾക്കാരെ. ഈമാതിരി മോശം കമൻറ്റ്, അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ കൂടെ അല്ലേ ഇപ്പം ഞാനും. മുറ്റൊക്കെ ചാണകം കൊണ്ടൊക്കെ പിന്നെ തെളിക്കും, ചുമന്ന മണ്ണോട് തേക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പോളേ നമുക്ക് പിന്നെ കുടുംബശ്രീന്ന് കിട്ടിയതാണ് മുളകും തയ്യും വഴുതനങ്ങ തയ്യും. തക്കാളി തയ്യും ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഞാൻ കുറച്ചധികം മുളകും തയ്യും കുറച്ചധികം തക്കാളി തൈ മുഴുവനും പിന്നെ ബാക്കിയുള്ള വഴുതനങ്ങ തൈയും അങ്കണവാടിയിൽ കൊണ്ടുപോയി നട്ടു. അപ്പോൾ അവിടെ നമ്മളെ ഇവിടുത്തിലേറെ സൗകര്യമുണ്ട് നടാൻ. അപ്പോൾ ഇതിവിടെ നടട്ടെ കേട്ടോ. ഇവിടെ ഇത് നട്ടിട്ട് വേണം നമുക്ക് ഒരു എന്താ പറയുക, നമ്മളെ പഴമയിലുള്ള ഒരു ചായയും കടിയുണ്ട്, അത് ഉണ്ടാക്കി കുടിക്കാൻ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ എന്നോട് ചായ ചോദിക്കുന്നുണ്ട്. അങ്കണവാടി വിട്ട് വന്നിട്ടാണ് ഇപ്പോൾ ഈ ഒരു സംഭവം. അപ്പോൾ ഞാനിത് മുളകും തൈ നട്ടിട്ട് തരാറുണ്ട്. ഇവിടെ ഇത് നടിപ്പിക്കാൻ വേണ്ടിയിട്ട് കുഴി കുത്തിപ്പിക്കുകയാണ് കേട്ടോ. അപ്പോൾ കണ്ടോ, ഇതാണ് നമ്മളെ മുളകും തൈ. കുടുംബശ്രീയിലുള്ള എല്ലാ ആൾക്കാർക്കും കിട്ടിയിട്ടുണ്ട്. കുറേ മുളകും തൈയും കുറേ പിന്നെ തക്കാളി തൈയും വഴുതനങ്ങ തൈയും കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കിയൊക്കെ ഒരു വഴുതനങ്ങ തൈ ഞാനെടുത്തു, 3 മുളകും തൈ എടുത്തു. ഇവിടെ സ്ഥലമല്ല, പിന്നെ മുറ്റമ്പടിയൊക്കെ കഴിഞ്ഞിട്ടാണെങ്കിൽ നമുക്ക് പിന്നെ സ്ഥലമൊക്കെ ഉണ്ടാവും. ബാക്കിയൊക്കെ ഞാൻ അങ്കണവാടിയിൽ കൊണ്ടുപോയി നട്ടിക്കണം കേട്ടോ. അപ്പോൾ ഇത് കുഞ്ഞാണിയാക്കാരെ കൊണ്ട് വല്ല കുഴിയൊക്കെ കുത്തിപ്പിച്ച് ഞാനത് അടിപ്പിക്കട്ടെ കേട്ടോ. 2 കുഴി കുത്തിയിട്ടുണ്ട്, ചെറിയ തയ്യല്ലേ. അപ്പോൾ കുഞ്ഞാണിയൊക്കെ 3ാമത്തെ കുഴി കുത്തന്നെയാണ് കേട്ടോ. ഇവര് ഇത്ര വലിയ കുഴിയൊന്നും വേണ്ട, ചെറിയത് മതിയേ. കുഞ്ഞ് തയ്യല്ലേ, അത് ഇവിടെ എവിടെയെങ്കിലുമൊക്കെ നിലത്ത് പിടിച്ച് കിട്ടിയാൽ കാര്യമാണ്. 3 മുളകിനും കുഴി വേണം, ഒരു പിന്നെ വഴുതനങ്ങൾക്കും വേണം. മുളകും തയ്യിനായിട്ടോ കുഴി, അത് മതി. അപ്പോൾ മുളകും തയ്യിന് 3 കുഴിയായിട്ടോ. ഇനി ഇവിടെ ഒരു വഴുതനങ്ങ തയ്യിന് ഒരു കുഴിയും കൂടി ആയാൽ അപ്പോൾ വഴുതനങ്ങൾക്കുള്ള കുഴിയും റെഡിയായില്ലേ. അപ്പോൾ അതാ നമ്മളെ വഴുതനങ്ങ തൈ ഇതിക്ക് വെക്കുക കേട്ടോ. കുഞ്ഞാണിയൊക്കെ വലിയൊരു ആനക്കുഴിയൊക്കെ കുത്തി തന്നിക്കണ്. ഇതേക്ക് വെച്ചെന്നാണ് എന്നാൽ വെക്ക് നടൂക്കൾ വെച്ചേ. എന്നാ ഇനി വെള്ളം ഒഴിച്ചു കൊടുക്കട്ടോ. ഞാൻ വെള്ളം ഒഴിച്ചോണ്ട്. അപ്പോൾ അത് റെഡിയായി. മുളകും തൈ നടുകയാണ് കേട്ടോ. അങ്ങനെ മുളകും തൈ അതും നട്ട് വെള്ളം ഞാൻ ഒഴിച്ചെടുക്കട്ടോ. അപ്പം നമ്മൾ എന്ത് സാധനം നട്ടാലും കുറച്ച് വെള്ളം നമ്മൾ ഒഴിച്ചു കൊടുക്കണം കേട്ടോ. മുളകും തൈ. അപ്പം അവിടുന്ന് കുട്ടികളെ സംസാരം ഇങ്ങനെ കേൾക്കുന്നുണ്ട് കേട്ടോ, അപ്പുറത്തുനിന്ന്. അപ്പോൾ ഇതാ നമ്മളെ എല്ലാ തൈയിനും നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തു കേട്ടോ. അപ്പോൾ നമുക്ക് ഏറ്റവും നമ്മളെ പച്ചക്കറിക്കൊക്കെ വേണ്ടത് നട്ടാൽ തന്നെ ആദ്യം തന്നെ കുറേ വെള്ളമാണ് വേണ്ടത്. അപ്പോൾ നമ്മളെ മുറ്റത്ത് നമ്മളെല്ലാം നട്ടിട്ടുണ്ട്. ഇനി ഇത് വലുതായിട്ട് ഞാൻ കാണിച്ചു തരണ്ടേ. കായ പറിക്കുന്നതിൽ കുട്ടിക്കാലത്ത് ഒരുപാട് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ തേങ്ങ പൊട്ടിക്കട്ടെ. അപ്പോൾ തേങ്ങ ശരിക്കും വട്ടത്തിൽ പൊട്ടിയാൽ നമുക്ക് നല്ലതാണ്. പിന്നെ ശരിക്കും പൊട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് എന്തൊക്കെയോ മോശമാണെന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എത്രമാത്രം സത്യം ഉണ്ടെന്ന് എനിക്കറിയില്ല, അന്ധവിശ്വാസമാണ്. അപ്പോൾ ഇത് നല്ല തേങ്ങ വെള്ളം, നാളികേര വെള്ളം കുടിച്ചോക്കട്ടെ നമുക്ക്. നല്ല രസം. അപ്പം ഇത് വെച്ചിട്ടാണ് നമ്മളാ നൊസ്റ്റാൾജിക് കടി ഉണ്ടാക്കുന്നത് കേട്ടോ. പിന്നെ ഒരു കാര്യം പറഞ്ഞുതരാം, അതായിട്ട് ഞാൻ പറയണില്ല. ഇന്നലെ ഇട്ട വീഡിയോക്ക് നല്ലൊരു അടിപൊളി കമൻ്റ് ഉണ്ട് കേട്ടോ.
അത് ഞാൻ പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അത് ആ കമൻറ്റ് എഴുതിയ ആൾ ഡിലീറ്റ് ആക്കിയാൽ കാണാൻ പറ്റൂല. ഞാൻ ഏതായാലും പിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഞാനത് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചിട്ടുണ്ട്. കുട്ടികളെ അച്ചുണ്ടാക്കണം. അപ്പം അമ്മാരി ഭാഷകളൊക്കെ പറയാണില്ലേ. ഞാനത് ആലോചിക്കുന്നത് ഇത്രയും മോശമായിട്ടുള്ള വർത്താനമൊക്കെ വാഴക്കൂടെ വരാൻ ഈ മനുഷ്യന്മാരുടെ ഇടയിൽ കൂടെ അല്ലേ നമ്മൾ ഈ നടക്കണത് ജീവിക്കണത്. ഒന്ന് ആലോചിച്ച് നോക്കി. പിന്നെ എത്രമാത്രം നമ്മൾ വിശ്വസിക്കുക ആൾക്കാരെ. ഈമാതിരി മോശം കമൻറ്റ് അങ്ങനത്തെ ആൾക്കാരുടെ ഇടയിൽ കൂടെ അല്ലേ ഇപ്പം ഞാനൊക്കെ പോണത്. ഇന്നൊക്കെ അവർ വെച്ചേക്കുമോ ജീവനോടെ? ഒന്ന് ആലോചിച്ച് നോക്കണം. അള്ളാൻ്റെ എന്താ പറയുക, അല്ല ഒരു ആയുസ് നമുക്ക് തന്നിട്ടുണ്ടാവും. അതുകൊണ്ട് ഇങ്ങനെ ജീവിച്ചു പോവുകയാണ്. അത്രയും മോശം കമൻറ്റാണ് എന്ന്, അത്രയും മോശമായിട്ടുള്ളൊരു കമൻറ്റാണ്. എൻ്റെ വായോണ്ട് ഞാനത് പറയില്ല. നിങ്ങളൊന്ന് വായിച്ചു നോക്കി. ഇന്നലട്ട പിന്നെ വീഡിയോക്കാണ് ആ കമൻറ്റ്. ഇപ്പം ഞാൻ നമ്മളെ നിത്യജീവിതത്തിൽ നമുക്ക് ഉപയോഗിക്കേണ്ട കാര്യങ്ങളും ഇന്നലെ നമ്മളെ ശരീര സൗന്ദര്യം ഉണ്ടാകാൻ ഗ്ലാമർ കൂടാൻ പറഞ്ഞുകൊണ്ട് ഞാൻ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇട്ടിരുന്നു. അതിനാണ് കമൻറ്റ് നിൽക്കുന്നത്. അപ്പോൾ അത് ഞാൻ ഇതിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട് കേട്ടോ. ഈ ഒരു വർത്തമാനത്തിൻ്റെ ഒപ്പം വെക്കുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾ കണ്ടോക്കി എന്താണ് എഴുതിയിരിക്കുന്നത്. നിങ്ങൾക്ക് വല്ലതും മനസ്സിലായോ എന്താണിതെന്ന്? ഇത്രയും മോശമായിട്ട് ഇങ്ങനത്തെ ഇത്രയും വൃത്തികെട്ട ഭാഷകൾ വർത്തമാനങ്ങൾ പറയണ ഇവരെ ഇടയിൽ കൂടെയൊക്കെ ഞാനൊക്കെ ജീവനോടൊപ്പോഴും ഉണ്ടല്ലോ. ഞാൻ അതാണ് ആലോചിച്ച് നോക്കുന്നത്. ഇവരൊക്കെ എപ്പോഴാണ് നമ്മളെ ജീവൻ എടുക്കുക എന്ന് പറയാൻ പറ്റില്ല. അത്രയും നമ്മളോട് കടും വൈരാഗ്യം വെച്ച് നടക്കുകയാണ്. അല്ലെങ്കിൽ ആ ഒരു മെസ്സേജ് ആ ഒരു കമൻറ്റ് എഴുതേണ്ട വല്ല കാര്യമുണ്ടോ? എത്രയോ നല്ല നല്ല കമൻറ്റുകൾ അതിലുണ്ട്. ഒന്ന് ആലോചിച്ച് നോക്കുകയാണ് നിങ്ങൾ. എത്ര നല്ല കമൻറ്റ് അതിലുണ്ട്. ഇത് ഇത്രയും മോശപ്പെട്ടത് നിങ്ങൾ കണ്ടില്ല. അപ്പോൾ എന്ത് എഴുതിയിരിക്കണത്? അത് ഒന്ന് നോക്കി നിങ്ങൾ. ഇതിൻ്റെ ചോട്ടിൽ ഞാൻ കൊടുക്കുന്നുണ്ട് ആ എഴുതിയ വാക്കുകൾ. അതൊന്ന് വായിച്ചു നോക്കി. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? വലുതാക്കി തന്നെ കൊടുക്കുന്നുണ്ട്. എന്താ ചെയ്യുക? എന്തായാലും പഠിച്ചോ കാക്കട്ടെ എല്ലാവരും. അപ്പോൾ നമുക്ക് വീഡിയോയിൽ അരി സാധാരണ ഞാൻ അടുപ്പിൽ വെച്ചിട്ടാണ് വറുക്കൽ. പക്ഷേ ഇന്നിപ്പോൾ ഇങ്ങനെ വറുക്കാനാണ് പറ്റിയത് കേട്ടോ. അപ്പോൾ ഞാൻ അടുപ്പത്ത് വെച്ച് ഞാൻ പത്തിരി ചട്ടിയിൽ മൺചട്ടിയിലാണ് അരി വറുക്കണത് കേട്ടോ. അപ്പോൾ നല്ല അരിയാണ്, നല്ല എന്താ പറയുക, നല്ല വേവുള്ള അരിയാണ് കേട്ടോ. വില കൂടിയ അരിയാണ്, റേഷൻ അരിയൊന്നുമല്ല. റേഷൻ അരി വറുക്കണേലേറെ നല്ലത് നമ്മൾ കുറച്ച് വില കൂടിയ അരി വറുക്കായിരിക്കും നല്ലത് കേട്ടോ. അതാവും ടേസ്റ്റ്. അപ്പോൾ ഞങ്ങളൊക്കെ ചെറിയതായിരുന്നു ഇമ്മയൊക്കെ ചായക്കടി അരി വറുത്തത് അതിക്ക് നാളികേരമൊക്കെ ഇട്ട് ശർക്കരയൊക്കെ ഇട്ടിട്ട് ചായയൊക്കെ ഒഴിച്ച് തന്നിരുന്നു കേട്ടോ. ഇപ്പോൾ നമ്മളെ മക്കൾക്കൊന്നും അരി വറുത്തത് എന്താണെന്നൊന്നും അറിയില്ലല്ലേ. കാരണം അങ്ങനെയുള്ളതൊന്നും ഉണ്ടാക്കി കൊടുക്കൂല മക്കൾക്ക്. അതുകൊണ്ട് തന്നെ അവർക്ക് അത് അറിയില്ല, അതിൻ്റെ ടേസ്റ്റും അറിയില്ല. ഇങ്ങനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് കഴിക്കുകയാണെങ്കിൽ ഇതൊരു നല്ല ടേസ്റ്റാണ് കേട്ടോ. 4 മണി ചായക്ക് ഇങ്ങനെയുള്ള ഇത് കഴിക്കാനാണ് ഞങ്ങൾക്കൊക്കെ ഇഷ്ടം, എനിക്കൊക്കെ ഇഷ്ടം. ഉമ്മയൊക്കെ ഞങ്ങളൊക്കെ കുട്ടിക്കാലത്ത് കൊയ്യാൻ പോകുമല്ലോ, കൊയ്ത്തുമ്മരിയൊക്കെ ഉണ്ടാവും. അപ്പോൾ നെല്ലൊക്കെ കിട്ടുമ്പോൾ അവിലൊക്കെ ഇടിക്കും. അവല് വീട്ടിൽ തന്നെ നെല്ല് വറുത്തിട്ട് അവലിടിക്കും. അപ്പോൾ അവലിടിക്കണ അന്നുണ്ട് വൈകുന്നേരം അവലിട്ടിട്ടൊക്കെ ഒരു ചായ കുടിക്കും. അതുപോലെ തന്നെ കേട്ടോ ഞങ്ങൾക്ക് അരി വറുത്തതും ചായയും അവലും ചായയും അതൊക്കെ പറഞ്ഞാൽ നല്ല ഒരു ഇഷ്ടമായിരുന്നു കേട്ടോ. മിക്കവാറും അരി വറുത്തതായിരിക്കും 4 മണിക്ക് ചായക്ക് കടി. എന്നിട്ട് അതിലേക്ക് നാളികേരം ചിരവിട്ട് ശർക്കര ഇട്ട് അങ്ങനെ ചായയിലും ഇട്ടിട്ട് ഇങ്ങനെ കുടിക്കും, വയർ നിറച്ച് കുടിക്കും. അപ്പോൾ ഞങ്ങളെ അടുത്തുള്ള വീട്ടിലുള്ള കുട്ടികളൊക്കെ ഉണ്ടാവും കേട്ടോ. ഞങ്ങളെല്ലാവരും ഒരുമിച്ചിരുന്ന് അവരെ വീട്ടിലും ഉണ്ടാക്കും, ഞങ്ങളും ഉണ്ടാക്കും. എന്നിട്ട് ഞങ്ങൾ അന്നൊക്കെ മുറ്റത്ത് ഒരുമിച്ചിരുന്ന് എല്ലാവരും ഒരുമിച്ചിരുന്നിട്ട് അന്നൊക്കെ മുറ്റം പണിയൊക്കെ എടുക്കുമല്ലോ. മുറ്റൊക്കെ ചാണകം കൊണ്ടൊക്കെ പിന്നെ തെളിക്കും, ചുമന്ന മണ്ണോട് തേക്കും, അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരുന്നു. ഇപ്പോൾ പിന്നെ അങ്ങനെയൊന്നുമില്ല. അപ്പം എല്ലാവരും മുറ്റൊക്കെ കട്ട പതിച്ച് എന്താ പറയുക അങ്ങനെയുള്ള കോലത്തിലൊക്കെ ആയി. ഇപ്പം അങ്ങനെയുള്ള മുറ്റൊന്നും കാണാനുമില്ല. മറ്റേത് വേനൽക്കാലത്ത് മുറ്റം പണി എടുക്കും, തിണ്ടൊക്കെ പിടിച്ച് മുകളിൽ കരിയൊക്കെ തേച്ച് നല്ല രസമായിരുന്നു ആ കാലമൊക്കെ കേട്ടോ. അതൊന്നും ഇനി ഒരിക്കലും തിരിച്ചു വരുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അപ്പം ആ ഒരു ഓർമ്മയ്ക്കും വേണ്ടിയിട്ടാണ് കേട്ടോ ഇന്ന് ഒരു അരി വറുത്തതും ചായ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. ഭയങ്കര രസമായിരുന്നു ആ ഒരു കുട്ടിക്കാലത്തെ ആ ഒരു ഓർമ്മ എന്ന് പറയുന്നത്. ഒരിക്കലും മറക്കാൻ പറ്റില്ല, നൊസ്റ്റാൾജി ആ കാലം. അപ്പോൾ അരി വറുത്തിട്ട് ഞാൻ പാത്രത്തിലേക്ക് ഇട്ടിട്ടോ. അന്നത്തെ ടേസ്റ്റൊന്നും ഇന്നില്ല തോന്നുന്നുണ്ട് കേട്ടോ. അന്നൊക്കെ അരി വറുത്തതും ചായ എന്നൊക്കെ പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമായിരുന്നു, രസമായിരുന്നു. ഇന്ന് അങ്ങനെയൊന്നും ഇല്ല. അപ്പോൾ അതാ നാളികേരം പിന്നെ ചിരകണം, നാളികേരമൊക്കെ ഞാൻ പൊട്ടിച്ചിട്ടുണ്ട്.
പിന്നെ പാലും ഉണ്ടെന്നിരുന്നു കേട്ടോ. പാലിട്ടിട്ട് ചായ ഉണ്ടാക്കാം, നല്ല അടിപൊളി ടേസ്റ്റുള്ള ചായ. അപ്പം നമ്മൾ ചായ നന്നായിട്ട് ചായ എങ്ങനെ ഉണ്ടാക്കുക എന്നുള്ള വീഡിയോ ഇട്ടിരുന്നില്ല. അപ്പോൾ അതെല്ലാവരും കണ്ടോ, അങ്ങനെ ഉണ്ടാക്കി കുടിച്ചോ? അതിൻ്റെ പിന്നെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ നിങ്ങൾ കമൻറ്റിൽ അറിയിക്കണം. അപ്പോൾ നമ്മൾ ചായ ഉണ്ടാക്കുമ്പോൾ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടതാണ്, ഒരു 5 മിനിറ്റ് ചായപ്പൊടി വെന്ത് കിട്ടണം. ചായപ്പൊടി വെന്തിട്ട് ആ ചായപ്പൊടിയിൽ നിന്നുള്ള എല്ലാ കറകളും നമുക്ക് കിട്ടണം. എന്നാലേ അത് നമുക്ക് ചായയായിട്ട് നല്ല ടേസ്റ്റോടെ രുചിയോടെ നമുക്ക് കുടിക്കാൻ പറ്റുള്ളൂ. വെറുതെ വെള്ളം തിളപ്പിച്ച് പിന്നെ പാലും നല്ലോണം വേണം കേട്ടോ. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഇത് തിളച്ചതിന് ശേഷം നമ്മൾ നല്ല പോലെ ഒന്ന് ആറ്റണം ചായ. ഇങ്ങനെ ചായപ്പൊടി അടിച്ച് കഴിഞ്ഞിട്ട് നല്ലോണം ഒന്ന് പാത്രത്തേക്ക് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് ആറ്റണം. അപ്പോഴാണ് നമ്മുടെ ചായ എന്താവുള്ളൂ, ടേസ്റ്റ് കൂടുള്ളൂ. അല്ലെങ്കിൽ നമ്മുടെ ചായക്കൊന്നും ഒരു ടേസ്റ്റും ഉണ്ടാവില്ല. ചായപ്പൊടി പിന്നെ അത്യാവശ്യം പൊടി വേണം കേട്ടോ. എനിക്ക് നല്ലോണം കേട്ടോ ചായപ്പൊടി ഇഷ്ടമല്ല. ഈ സ്വഭാവം അങ്ങനെയാണ്, ചായപ്പൊടി നല്ലോണം ഇഷ്ടമല്ല. ചില ആൾക്കാർക്ക് നല്ല പോലെ ചായപ്പൊടി വേണ്ടി വരും, ആ ചായ ആയിരിക്കും കേട്ടോ ഇഷ്ടമുണ്ടാവുക. പക്ഷേ എനിക്ക് പൊടി കുറഞ്ഞ ചായ എനിക്കിഷ്ടം. അപ്പോൾ അതുകൊണ്ടാണ് കടുപ്പത്തിലുള്ള ചായ ആണെങ്കിൽ കുറച്ചുകൂടെ ചായപ്പൊടി ഇടുക, അപ്പോൾ ഇതിലേറെ ടേസ്റ്റും ഉണ്ടാവും കേട്ടോ. അപ്പോൾ അതാ ഞാനൊരു പാത്രത്തേക്ക് ചായ ഒഴിച്ചു, ഇതിലേക്ക് അരിമണി വറുത്തതിടും. എന്നിട്ട് പണ്ട് കുടിച്ച പോലെ ഒന്ന് കുടിച്ച് നോക്കട്ടെ കേട്ടോ. നല്ല ടേസ്റ്റ് ആവുകയെ. ഇങ്ങനെ ആരെങ്കിലുമൊക്കെ കുടിക്കാറുണ്ടോ, ഇങ്ങനെ വറുക്കാറുണ്ടോ ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യണേ. എനിക്കിഷ്ടമാണ്, ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചായക്കടിയാണ് ഇട്ടത്. നാളികേരം ഇടുക, അരി വറുത്തതിടുക, എന്നിട്ട് ചായ കുടിക്കുക. നല്ല ടേസ്റ്റാണ്. അപ്പം ഇങ്ങനെയൊക്കെ ഒന്ന് ഉണ്ടാക്കി കുടിച്ച് നോക്കുകൊണ്ട് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടമാവും. അടിപൊളി ടേസ്റ്റുള്ള ചായ കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം എല്ലാവരും ഇങ്ങനെ കുടിച്ച് നോക്കണേ. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ നമ്മളെ ചെറുപ്പത്തിൽ നല്ല ഒരുപാട് കാലങ്ങൾക്ക് മുന്നേ ഇങ്ങനെയുള്ള ചായക്കടികളൊക്കെയാണ് ഉണ്ടായിരുന്നതില്ലേ. അവിലായാലും അതിൽ ചായ വാർന്ന് കുടിക്കുക, അരി വറുത്തിട്ട് അങ്ങനെ കുടിക്കുക, ഒക്കെ അതൊരു രസമായിരുന്നല്ലേ. പിന്നെ ഇപ്പോൾ ഞാൻ വീഡിയോയിലൊരു കാര്യം പറയാൻ മറന്നു, അത് പറയാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഈ കമൻറ്റിൽ ചോദിക്കും, ഈ ചുണ്ടെന്താ ഇവിടെ ഇങ്ങനെ വീങ്ങിയിരിക്കണത്, ഇവിടെ ഒരു ഇത് ഉണ്ട് കണ്ടോ, ഇവിടെ ഒരു മുറിവുണ്ട്, ഇവിടെ ഇങ്ങനെ വീങ്ങി വന്നിരുന്നു. അത് കുട്ടികൾ കളിച്ചപ്പോൾ ഒരു കല്ല് വന്ന് പിന്നെ തെറിച്ചതാണ്. പിന്നെ ഈ മെറ്റലിൻ്റെ ഒരു ചീള് വന്ന് തെറിച്ചതാണ്. ചീളൊന്നല്ല, അത്യാവശ്യം വലിപ്പമുള്ള കല്ല്. കുട്ടികളവിടെ കളിച്ചപ്പോൾ എന്താ പറ്റിയതെന്ന് അറിയില്ല. അപ്പം അങ്ങനെ ഇവിടെ വീങ്ങിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്നൊക്കെ കുറച്ച് കുറഞ്ഞിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചോദിക്കും, വീഡിയോയിൽ ശരിക്കും അറിയണമെന്നില്ല, അഥവാ അറിഞ്ഞാൽ എല്ലാവരും എന്താ ചുണ്ടിന് പറ്റിയത്, എന്താ ഇവിടെ പറ്റിയതെന്ന് ചോദിച്ചാലോ വിചാരിച്ചിട്ടാണ് അതിന് ഞാൻ പറഞ്ഞത് കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതുപോലുള്ള വിഭവങ്ങളൊക്കെ ഉണ്ടാക്കി നോക്കുക. പണ്ടത്തെ കാലത്തെ ചായൻ്റെ കടിയൊക്കെ ഇങ്ങനെയൊക്കെ ആയിരുന്നു. എല്ലാവരും ഇങ്ങനെയൊക്കെ ഉണ്ടാക്കി നോക്കുക, നല്ല ടേസ്റ്റാണ്. കുടിച്ച് നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമൻറ്റിലൂടെ അറിയിക്കുക. ടാറ്റാ.